ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. 4 persons measure the length of a road as 20 centimeter, 19.75 centimeter, 17.01 centimeter and 18.25 centimeter. The relative error in the measurement of the average length of the road. അപ്പോൾ ഒരു റോഡ് ഉണ്ടായിരുന്നു, നമ്മൾ 4 പേരെ കൊണ്ട് അതെന്ത് ചെയ്തു, മെഷർ ചെയ്യിപ്പിച്ചു. പക്ഷെ 4 പേർക്കും സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടിയത്. നമ്മളോട് ചോദിച്ചത് എന്താണ്? റിലേറ്റീവ് എറർ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എൽ എന്ന് എഴുതുകയാണെങ്കിൽ അത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ്. ഡെൽറ്റ എൽ എന്താണ്? അതിൻ്റെ എറർ ആണ് അല്ലേ, നമുക്ക് എറർ എന്ന് പറയാം. ഇനി ആരാണ് റിലേറ്റീവ് എറർ? ഡെൽറ്റ എൽ ബൈ എൽ, ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് എറർ എന്ന് പറയാറ്. ഇൻറ്റു 100 എന്താണ്? പെർസെൻറ്റേജ് എറർ. ഈ ക്വസ്റ്റനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് എറർ ആണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് എറർ? റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എറർ ആണ്, എൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ലെങ്ത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് 4 ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ ലെങ്ത് എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, ഇവരുടെ എല്ലാം ആവറേജ് എടുക്കുക, എന്നിട്ട് അതാണ് അതിൻ്റെ ട്രൂ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ ആവറേജ് എടുക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ മീൻ കിട്ടും, അതിന് മീൻ വാല്യൂ കിട്ടും. അതായിരിക്കും അതിൻ്റെ ട്രൂ വാല്യൂ, ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക. 20 പ്ലസ് 19.75 പ്ലസ് 17.01 പ്ലസ് 18.25 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെയാണല്ലോ നമ്മൾ ആവറേജ് കാണാറ്. അങ്ങനെ ആവറേജ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നുണ്ടാവുക? 75.01 ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ട്? 4 ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18.75. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടി, അത് തന്നെയാണ് അതിൻ്റെ ട്രൂ വാല്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ച്വൽ ലെങ്ത് കിട്ടില്ല. അതിൻ്റെ ആക്ച്വൽ ലെങ്ത് 18.75. 4 ഡാറ്റ ഉണ്ടായിരുന്നു, അതിൽ ഏതാണ് ആക്ച്വൽ ലെങ്ത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് 4 ഇൻഡിവിജ്വൽ വാല്യൂസ് ഉണ്ടായിരുന്നു, അവരുടെ ആവറേജ് കണ്ടു, അതാണ് അതിൻ്റെ ട്രൂ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ എൽ വേണം. ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എറർ ആണ്. അപ്പോൾ ഓരോത്തിലും എറർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതല്ലേ അതിൻ്റെ ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ശരിക്കും ഇതാണ് വാല്യൂ. അപ്പോൾ നോക്ക്, ആദ്യം എനിക്ക് മെഷർ ചെയ്തപ്പോൾ 20 എന്നാണ് കിട്ടിയത്, പക്ഷെ അതിൻ്റെ ട്രൂ വാല്യൂ ഇപ്പോൾ നമുക്ക് മനസ്സിലായി 18.75. അപ്പോൾ അതിൽ ഏകദേശം ഒരു 1.25ൻ്റെ എറർ വന്നിട്ടില്ലേ. അപ്പോൾ ഓരോ ആളുകളുടെയും ഇൻഡിവിജ്വൽ എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഡെൽറ്റ എൽ വൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആളുടെ എറർ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വാല്യൂ 18.75 ആണ്. നമ്മൾ ആദ്യം മെഷർ ചെയ്തപ്പോൾ 20 ആണ് കിട്ടിയത്. അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്? എറർ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. എത്ര വ്യത്യാസമുണ്ട്? 20ഉം 18.75. അപ്പോൾ 1.25. സോ ദ എറർ വിൽ ബി 1.25. ഇതാണ് ആദ്യത്തെ മെഷർമെൻറ്റിലെ എറർ. ഡെൽറ്റ L2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തതിലെ മെഷേർഡ് എറർ ആണ്. രണ്ടാമത്തത് 19.75, ഇത് 18.75. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി, അത് 1 വരും. ഡെൽറ്റ L3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തതിലെ മെഷേർഡ് എറർ, ഇത് 17.01ഉം ഇത് 18.75. അപ്പോൾ എത്ര വരും? 1.74 അല്ലേ. സോ 1.74. ആൻഡ് ഡെൽറ്റ L4 നാലാമത്തിലെ മെഷേർഡ് എറർ, ഇത് 18.25, ഇത് 18.75. അപ്പോൾ എത്ര വരും? 0.5. അങ്ങനെ 4 മെഷേർഡ് എറർ കിട്ടി. ഇനി നമുക്ക് എററിൻ്റെ ആവറേജ് കാണും, അപ്പോൾ നമുക്ക് ആക്ച്വൽ എറർ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ എററുകളുടെ മൊത്തം ആവറേജ് കാണും. അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ കിട്ടും അല്ലേ. ഓരോ എറേഴ്സിൻ്റെയും ആവറേജ് കാണുമ്പോൾ 1.25 പ്ലസ് 1 പ്ലസ് 1.74 plus 0.5 the whole divided by 4. So this is equal to നമ്മൾ ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 1.12 ആണ് കിട്ടുക. ഡിവൈഡഡ് ബൈ താഴെ ആര് വരുന്നുണ്ട്? താഴെ ന്യൂമറേറ്റർ ചെയ്യുന്ന സമയത്ത് 1 അല്ലേ. ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ 4.49 ഡിവൈഡഡ് ബൈ 4. സോ ദിസ് ഈസ് ഈക്വൽ ടു 1.12. ഇതാണ് അതിൻ്റെ എറർ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എൽ കിട്ടി. ഇനി നമ്മളോട് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ. അതിൽ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 1.12 ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് അത് 18.75. ഇനി ഒരു ക്വസ്റ്റനിൽ അവർ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഇതിൽ പെർസെൻറ്റേജ് എറർ അല്ല ചോദിച്ചത്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.06 കിട്ടും. സോ 0.06 എന്ന് പറയുമ്പോൾ തേർഡ് ഓപ്ഷൻ ഈസ് ദി റൈറ്റ് ആൻസർ.